കേരളവർമ്മയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിലെ വിദ്യാർത്ഥികൾ പഠനയാത്രയ്ക്കായിട്ട് ഡൽഹിയിലേക്ക് പോയി. പഠനയാത്രയ്ക്കായി ഡൽഹിയിൽ പോയ തൃശൂർ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികൾ ട്രാവൽ ഏജൻസിയുടെ നിരുത്തരവാദിത്വപരമായ നടപടി മൂലം ദുരിതത്തിലായി എന്നൊരു പരാതി വരുന്നു. ട്രാവൽ ഏജൻസിക്ക് പണം നൽകിയിട്ടും യാത്രാ താമസ സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ നൽകിയില്ല എന്നു മാത്രവുമല്ല, പഠനയാത്രാ സംഘത്തിലെ വിദ്യാർത്ഥികൾക്ക് ട്രെയിൻ നഷ്ടപ്പെടുന്നതുവരെ ഇവരുടെ നിരുത്തരവാദിത്വപരമായ സമീപനം ഇടയാക്കി എന്നാണ് പരാതി. നമുക്ക് ആ പരാതി ഒന്ന് കേട്ടുവരാം. കഴിഞ്ഞ 17-ാം തീയതിയാണ് ഡൽഹിയിലോട്ട് യാത്ര തിരിക്കുന്നത്. ആഗ്ര ഡൽഹി ആയിരുന്നു നമ്മുടെ പാക്കേജ് ഉണ്ടായിരുന്നത്. ഇന്ന് 5:40 ഞങ്ങളുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിലായിരുന്നു ഞങ്ങൾ പോകേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ പാക്കേജിലുള്ള ആളുകൾ, ഈ കോഴിക്കോടുള്ള ഹയാൽ ട്രാവൽസ് എന്ന് പറയുന്ന ആളുകൾ, ഈ നമ്മുടെ പൈസ എമൗണ്ടിൻ്റെ 90%-ലധികം നമ്മൾ കൊടുത്തിട്ടും നമ്മളെ സ്റ്റേഷനിൽ പിടിച്ചു വയ്ക്കുകയും നമ്മുടെ ട്രെയിൻ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ 2-2.5 മണിക്കൂറായിട്ട് ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെല്ലാ വിദ്യാർത്ഥികളും ഡൽഹിയിലെ കൊടും തണുപ്പിൽ ഇങ്ങനെ ഇനി അടുത്തത് എന്താണെന്നുള്ളതിനെ പറ്റി ആശങ്കയിലാണ്. പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ അവർ പല നമ്പർ പ്ലേറ്റ് ആണ് വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ അവർ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. നമ്മളൊരു ഇത്ര തുക അടച്ചിട്ട് ഒരു പാക്കേജിനെ ഏൽപ്പിക്കുമ്പോൾ ഇത്തരത്തിലൊരു കാര്യമല്ല നമുക്ക് തിരിച്ചു കിട്ടേണ്ടത്. തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ ഡൽഹിയിൽ ടൂർ പോയത്. പക്ഷേ മടങ്ങി വരുമ്പോഴാണ് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായത്. 5:40 പോകേണ്ട ട്രെയിൻ പോലും അവർക്ക് മിസ് ചെയ്തു, അവരവിടെ പൂട്ടിയിട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജേസൺ ചാമവളപ്പിൽ, എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം? ഇവരിപ്പോഴും ഡൽഹിയിൽ തന്നെ തുടരുകയാണോ കേരളവർമ്മയിലെ വിദ്യാർത്ഥികൾ? അരുൺകുമാർ, ഇവർ ഡൽഹിയിൽ തന്നെ തുടരുന്നു എന്ന് മാത്രമല്ല, ഇനി എപ്പോൾ തിരിച്ചു വരാൻ കഴിയുമെന്ന ഒരു ആശങ്ക കൂടി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കുവയ്ക്കുന്നുണ്ട്. കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളാണ്. ഏകദേശം 44ഓളം വിദ്യാർത്ഥികളുണ്ട്. ഇവർ ഭിന്നശേഷിക്കാരുണ്ട്. ഇവർ ഇന്ന് പുലർച്ചെ തന്നെ യാത്ര പുറപ്പെടേണ്ടതായിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ യാത്ര ഏർപ്പാടാക്കിയ ഏജൻസിയുടെ നിരുത്തരവാദപരമായ നിലപാടുകളെ കൊണ്ട് അത് മുടങ്ങി. അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. പിന്നീട് നാളെ പുലർച്ചെയാണ് ഈ മറ്റൊരു ട്രെയിൻ ഉള്ളത്. പക്ഷേ ഒരു റിസർവ് ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്തരം വലിയ ആശങ്കയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഈ യാത്രയിൽ ഉടനീളം ഇവരിൽ നിന്ന് വാങ്ങിയ പണത്തിനുള്ള ഒരു സർവീസും കാര്യമായ രീതിയിലൊന്നും ചെയ്തില്ല എന്ന വലിയ പരാതിയും അധ്യാപകരും, നമുക്ക് നേരത്തെ കേട്ട് അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ആ വിദ്യാർത്ഥികളും അധ്യാപകരോടും തന്നെ അത്തരത്തിലുള്ള പ്രതികരണം തേടാം എന്ന് കരുതുന്നു. ഈ ട്രാവൽ ഏജൻസിയിൽ നിന്നോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള അനുകൂല നിലപാടുണ്ടാകുന്നില്ല എന്ന ദുഃഖകരമായ ഒരു കാര്യം കൂടി വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. കോഴിക്കോടുള്ളൊരു ഹയാൽ ട്രാവൽസ് ആണ് ഇവർക്ക് യാത്ര ഏർപ്പാടാക്കിയതെന്നാണ് നമ്മൾ അറിയുന്നത്. ഹയാൽ, HAYAL, ഹയാൽ ട്രാവൽസ് കോഴിക്കോട് ഈ യാത്രക്കാരെ വളരെ ദുരിതത്തിലാക്കിയിരിക്കുന്നു എന്നത് മാത്രവുമല്ല, ട്രാവൽ ഗൈഡിനെ കൊടുത്തില്ല, ഒപ്പം തന്നെ മതിയായ ഭക്ഷണമോ അല്ലെങ്കിൽ മതിയായ താമസ സൗകര്യങ്ങളോ ഒരുക്കിയിട്ടില്ല. നിശ്ചയിച്ച തുകയുടെ 90% നൽകിയിട്ടും അവസാനം യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അവരെ മുറിയിൽ പൂട്ടിയിട്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാണ്. അരുൺ, മാഷ, എന്താ സംഭവിച്ചത്? ഇന്നിപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. നിങ്ങൾ ഏത് വണ്ടിക്കാണ് ഇനി തിരിച്ചു വരിക? നമ്മളുടെ യാത്ര, അങ്ങോട്ടുള്ള യാത്ര ഒരു അനിശ്ചിതത്തിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഉള്ളത്. കാരണം ഞങ്ങള് 44 കുട്ടികളുണ്ട്, 2 അധ്യാപകർ ഉൾപ്പെടെ. അതിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇന്ന് പുലർച്ചെയുള്ള തീവണ്ടിക്കാണോ നിങ്ങൾ നാട്ടിലോട്ട് വരാൻ ബുക്ക് ചെയ്തിരുന്നത്? അതെ, നമ്മൾ 5:40 മംഗള ലക്ഷദ്വീപ് ട്രെയിനിനാണ് ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ആ വണ്ടി കിട്ടാതെ പോയത് അരുൺ? അത് ഞങ്ങൾ കഴിഞ്ഞ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് സ്റ്റഡി ടൂർ എന്ന് പറയുന്നത്. നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പാർലമെന്റ് വിസിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാറ്. അപ്പോൾ ഇത്തവണ നമ്മളതിൽ ഏറ്റവും കുറഞ്ഞ പാക്കേജ് ആരാണോ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം പാക്കേജുകളിലുമായിട്ട് ടൂർ നടത്താറ്. അപ്പോൾ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ഈ ടൂർ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ 17-ാം തീയതി ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. അപ്പം നമുക്ക് ഒരു കോഴിക്കോടുള്ള ഒരു ഹയാൽ ട്രാവൽസ് അവർ വഴിയാണ് ഇത്തവണ നമ്മളുടെ ടൂർ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പം അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇവിടെ ആ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റാലിറ്റിയോ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസോ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഭക്ഷണം പോലും നമുക്ക് മതിയായ ഭക്ഷണമോ അല്ലെങ്കിൽ
കൃത്യമായ സമയത്തോ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ ഒരു സംശയം, ലോക്കലായിട്ട് ഇന്നിപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തുടർന്നാൽ ഇന്ന് അവിടെ അക്കോമഡേഷൻ നിങ്ങൾക്കുണ്ടോ അരുൺ മാഷേ? നമുക്കിവിടെ അക്കോമഡേഷൻ ഇല്ല എന്ന് മാത്രമല്ല, കാരണം നമ്മുടെ കേരളോർമയിലെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. അതിൽ ഭൂരിഭാഗവും പാർട്ട് ടൈം ആയിട്ട് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഒക്കെ പണിയെടുത്ത് ആണ് ഈ ടൂറിനുള്ള പണം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അവര് കൊണ്ട് ഇനിയിപ്പോ നാളെ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന് ഇവിടെ താമസിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഈ പാക്കേജ് പ്രകാരം നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ടിലെ ഒരു 90% നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് സംസാരിച്ച് ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്കിൽ പോലും നമ്മളത് കൊടുക്കാൻ വില്ലിങ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു, നിങ്ങളെ തിരിച്ച് യാത്രയൊക്കെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എന്തായാലും കെ വി തോമസ് അടക്കം അവിടെ കേരള ഹൗസിൽ ഉണ്ടല്ലോ, അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. കേരളവർമ്മ കോളേജിൽ നിന്ന് ബിന്ദു ടീച്ചറുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ നന്നായിരിക്കും. കാര്യം ഈ കുട്ടികൾ പലരും ഇപ്പോൾ തണുത്ത ഒരു കാലാവസ്ഥ കൂടിയാണ് ഡൽഹിയിലുള്ളത്. അതുകൊണ്ട് അവരെ റെയിൽവേ സ്റ്റേഷനിൽ ഈ രാത്രി കിടത്തുക അത്ര സേഫും ആയിരിക്കില്ല. ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥി കൂടിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയം സർക്കാർ ഗൗരവത്തിലെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. കോഴിക്കോട് ഉള്ള ഒരു ട്രാവൽ ഏജൻസിയാണ്, ഹയാൽ എന്ന ട്രാവൽ ഏജൻസിയാണ് ഈ പണി പറ്റിച്ചത്. 42 വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇപ്പോൾ തൃശ്ശൂർ